Assalamualaikum, welcome back to my channel. എല്ലാവരും ക്ലാസ്സൊക്കെ തുടങ്ങിയതിന് ശേഷം എല്ലാവർക്കുള്ള ഡൗട്ടായിരിക്കും അല്ലേ, ലഞ്ച് ബോക്സിലും സ്നാക്സ് ബോക്സിലൊക്കെ എന്താ കൊടുത്തയച്ച് വിടുക എന്നുള്ളത്. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിസ്സയാണ് കേട്ടോ. പിസ്സ എന്ന് പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് പിസ്സ, കാരണം ഞാൻ ബ്രെഡ് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു, ബ്രെഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കന് തലേ ദിവസം തന്നെ കുറച്ച് മസാലയൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു, മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ അത് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പിസ്സ സോസാണ് കേട്ടോ. ബ്രെഡ് ചുറ്റും ഞാനൊന്ന് കട്ട് ചെയ്തതിന് ശേഷം പിസ്സ സോസ് എല്ലാവിടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് എല്ലാവിടെയും ഒഴിക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് പിന്നെ മക്കൾക്ക് നല്ല ഇഷ്ടമാണല്ലോ. പുറത്തൊക്കെ പോയി പറഞ്ഞാൽ ഇവർ ടൊമാറ്റോ സോസ് നമ്മളിപ്പോൾ ഷവർമ്മയൊക്കെ ഓർഡർ ചെയ്ത് പറഞ്ഞാൽ ഷവർമ്മയാണോ കഴിക്കുന്നത്, ഷവർമ്മ അതായത് സോസിൽ മുക്കിയിട്ടാണ് അവർ ഷവർമ്മ കഴിക്കുന്നത്. അതിന് ശേഷം ഞാൻ സവാളയൊക്കെ ഇങ്ങനെ ഓരോരോ ഇതളായിട്ടുള്ള ഒറ്റ ഇതാട്ടോ എല്ലാവിടെയും ഒന്നിങ്ങനെ ചുറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളി അവനക്ക് ഇഷ്ടമല്ല, അപ്പം അതുകൊണ്ട് ഞാൻ തക്കാളി ഇടുന്നില്ല, സവാള മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവർക്ക് 2 സ്നാക്സ് ബോക്സ് ആയിട്ടാണ് ഞാൻ കൊടുത്തയച്ച് വിടുന്നത്. രാവിലെ തന്നെ രാവിലെ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് പോകും കേട്ടോ. അപ്പം ഞാൻ ആവുന്നതും അതിന് കൊടുത്തയച്ച് വിടാറില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്തയച്ചാൽ വിടാം. ഇവിടെ ചോറൊന്നും കൊടുത്തയച്ചു വിടേണ്ട ആവശ്യമില്ല കേട്ടോ. 2:30 ആകുമ്പോഴത്തേനും വീടെത്തും. പിന്നെ വന്നതിന് ശേഷമാണ് ചോറൊക്കെ കഴിക്കല്. അപ്പോൾ രാവിലെ എന്താണോ ഫുഡ് ഉണ്ടാക്കിയത് അതാണ് എല്ലാവരും കൊടുത്തയച്ച് വിടുന്നത്. ഞാൻ പിന്നെ രാവിലെ ഉണ്ടാക്കുന്നത് ഇടയ്ക്ക് അതും കൊടുത്തയച്ച് വിടും മടി പിടിക്കുന്ന ദിവസങ്ങളിൽ. അല്ലെങ്കിൽ എന്തെങ്കിലും മോനക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ എങ്ങനത്തെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മൊസറല്ല ചീസൊക്കെ വെച്ച് ചിക്കനൊക്കെ വെച്ച് സെറ്റായതിന് ശേഷം ഒരു പാനിൽ കുറച്ച് ബട്ടർ വെച്ചതിന് ശേഷം അതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഓവർ കുക്ക് ചെയ്താൽ അടി കരിഞ്ഞു പോകും. അതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം അങ്ങനെ അടച്ച് വെച്ചിട്ട് അപ്പോൾ നല്ല ചീസൊക്കെ മെൽട്ടായിട്ട് നല്ല ഇതായിട്ട് വരും കേട്ടോ. അതിന് ശേഷം ഒരു സ്നാക്സ് ബോക്സിൽ ഈ ഒരു ബ്രെഡ് പിസ്സയും പിന്നെ ഈ സ്നാക്സ് ബോക്സിൽ ഒരു ഡോണറ്റുമാണ് കൊടുത്തയച്ച് വിടുന്നത് കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സും കൊടുക്കുന്നുണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ ഒരു ജ്യൂസുമാണ് കൊടുത്തയച്ച് വിടുന്നത് കേട്ടോ. ഇതാണ് ഇന്നത്തെ മോൻ്റെ ഒരു സ്നാക്സ് ബോക്സ് കേട്ടോ. അതിനുശേഷമായിട്ട് ഓർമ്മ വന്ന് കുറച്ച് മോൻ്റെ കളർ A4 ഷീറ്റ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഫയലിൽ കുറച്ച് A4 ഷീറ്റും പിന്നെ കുറച്ച് ക്രയോൺസൊക്കെ വെച്ചതിന് ശേഷം അത് ബാഗിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം മോന് സ്കൂളിലൊക്കെ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ച് കളിക്കാനൊക്കെ പോയി കുറച്ച് നേരം എഴുതലും കാര്യങ്ങളൊക്കെ രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് 2 മക്കളും ഉറങ്ങി കേട്ടോ. ഒരു 10:30 ആകുമ്പോഴത്തേനും അവർ ഉറങ്ങും, രാവിലെ നീക്കുന്നതല്ലേ. അതിനുശേഷമുള്ള പണിയായിരുന്നു ഏറ്റവും വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ 2 മാസത്തെ ഒരു അസൈൻമെൻറ്റ് കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുണ്ടായിരുന്നു കേട്ടോ. കുറേ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എല്ലാ സബ്ജക്റ്റിനും ഓരോരോ അസൈൻമെൻറ്റ്സ് ആയിട്ടുണ്ടായിരുന്നു, 1, 2, 3 ഒക്കെ ആയിട്ടുള്ള ഉണ്ടായിരുന്നു ഓരോരോ ടോപ്പിക് വന്നിട്ട്. അപ്പോൾ അതൊക്കെ കുറേ എല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം A4 ഷീറ്റിൽ ഒട്ടിച്ച് അതിനെ പറ്റിയിട്ടുള്ള സെൻറ്റൻസസ് എഴുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒട്ടിക്കലും കട്ട് ചെയ്യലൊക്കെ വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. കാരണം കുറേ നേരം അതിരുന്ന് തപ്പിപ്പിടിച്ച് ഒട്ടിക്കലായിരുന്നു കേട്ടോ. ഇക്ക വന്നിട്ടില്ല, ഇക്ക ഒരു 11:30 ആ ഒരു ടൈമിൽ വരും. അപ്പത്തിന് ഞാൻ എന്നാൽ ശരി എന്ന് കുറച്ചൊക്കെ ഒട്ടിക്കാന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം കട്ട് ചെയ്യലും ഒട്ടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ശരി എന്നുള്ളതിന് നമുക്ക് അതിൻ്റെ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി ഞാൻ ഫോണൊക്കെ നോക്കിയിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് സബ്ജക്ട്സ്, എന്തൊക്കെയാണ് അതിൻ്റെ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പത്തിനും ഇക്ക വന്നു, ഒരു 11 മണിയാകുമ്പോഴത്തേനും ഇക്ക വന്നപ്പോൾ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഇരുന്ന് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഏതായാലും ടൈമായില്ല, പിന്നെ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം, പറ്റുന്നത് ചെയ്യാൻ വിചാരിച്ചിട്ട് ഇക്ക ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഇക്ക എല്ലാം ഞാൻ കറൻസീസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇതാക്കി തരുന്നുണ്ടായിരുന്നു. ഓരോന്ന് എടുത്തിരുമ്പോൾ ഞാൻ അത് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് വിടേണ്ട പണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ സത്യത്തിൽ, കാരണം നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യുക, ബാക്കി നമുക്ക് നാളെ ചെയ്യുള്ളത് മോൾക്ക് കൊടുത്തു വിടാം, ബാക്കിയുള്ളതൊക്കെ കുറച്ചുകൂടെ എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞത് ഒരു ഫയലിലാക്കി വിട്ടാക്കാൻ വിചാരിച്ചിട്ട് ഇതൊക്കെയാണ് കഴിഞ്ഞത്. മണി ആൽബം സെറ്റ് ചെയ്തിട്ടുണ്ട് മാത്സ്. പിന്നെ കുറച്ച് വർക്ക് ഷീറ്റ്സ് ഉണ്ടായിരുന്നു, അതും കാര്യങ്ങളൊക്കെ മാത്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചുള്ളത് ഇംഗ്ലീഷ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിന് ആയതിന് ശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ എല്ലാം ചെയ്തു കേട്ടോ. ഇനി കുറച്ച് MSCSും കൂടെ ചെയ്യാനുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ ടൈം 3:39 ആയിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേയിൽ നടക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.